ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം തിരുവെഴുത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വിശുദ്ധ ബൈബിളിൽ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണിത്. നമ്മെ ഈ ലോകത്തിൽ നമ്മിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ എന്ന് പറഞ്ഞാൽ പാപത്തിൽ രക്ഷിപ്പാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ആ ദൈവീക ദൗത്യം തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമ്പോൾ വിശുദ്ധ വചനം പറയുന്നത് താനൊരു കഷ്ടാനുഭവത്തിൽ തികഞ്ഞവനാകുന്ന അനുഭവമായിരുന്നു. അത് യേശുക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച കഷ്ടം, പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അനുസരണമുള്ളവനായി തീർന്നു. കഷ്ടങ്ങളിൽ പതറിപ്പോകാതെ ഗെത്സമനെ തോട്ടം മുതൽ അല്ലെങ്കിൽ പീലാത്തോസിന്റെ അരമന മുതൽ കോടതികൾ വിസ്തരിക്കപ്പെടുമ്പോഴും ചാട്ടവാറ കൊണ്ട് അടിക്കപ്പെടുമ്പോഴും മുൾക്കിരീടം ധരിക്കപ്പെടുമ്പോഴും തന്നെ വിവസ്ത്രനാക്കി മുഷ്ടി കൊണ്ട് ഇടിക്കുമ്പോഴും മുഖത്ത് കാർക്കിച്ച് തുപ്പുമ്പോഴും താൻ ആ കഷ്ട അനുഭവങ്ങളിൽ തികഞ്ഞവനായിരിക്കുകയാണ്. അതെല്ലാം ഏറ്റെടുക്കുകയാണ്. കഷ്ടങ്ങൾ മനഃപൂർവ്വം സഹിക്കുകയാണ്. യേശുക്രിസ്തു എന്തിനു വേണ്ടി ഈ കഷ്ടങ്ങളും ഈ വേദനകളും ഒക്കെ സഹിച്ചു എന്ന് ചോദിച്ചാൽ ഈ ലോകത്തുള്ള മാനവകുലത്തെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് പ്രദർശിപ്പിക്കുന്നത്. അതെ, ഈ ലോകത്തിൽ ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ മാതൃക അനുകരിക്കുന്നവർക്ക് ജീവിതത്തിൽ ചില കഷ്ടതകളിലൂടെ കടന്നു പോയിരുന്നാലും ആ കഷ്ടതകൾ നമ്മെ തികഞ്ഞവരാക്കുവാൻ, ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള ആത്മീകമായ ഒരു അനുഭവത്തിലേക്ക്, ആ തേജസ്സിലേക്ക്, ആത്മീയ രൂപാന്തരത്തിലേക്ക് ഒക്കെ വരുത്തുവാൻ ഈ കഷ്ടതകൾ മനുഷ്യനെ സഹായിക്കും, നമ്മെ സഹായിക്കും. ക്രിസ്തുവും ഈ ഭൂമിയിൽ വന്ന് കഷ്ടമനുഭവിക്കുന്ന കാര്യത്തിൽ തികഞ്ഞവനായി തീർന്നു എന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. ഒരുപക്ഷെ കഷ്ടത്തിൽ നിന്ന് മാറിപ്പോകാനുള്ള അവസരങ്ങൾ യേശുവിനുണ്ടായിരുന്നു, അതിനുള്ള അധികാരമുണ്ട്, ശക്തിയുണ്ട്. പക്ഷേ അതിലേക്ക് ഇന്നും തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാതെ പൂർണ്ണമായി ആ കഷ്ടങ്ങൾക്ക് തന്നെ സമർപ്പിച്ചു കൊടുത്തു. എന്നാൽ ആ കഷ്ടങ്ങളിൽ നിന്ന് പിതാവായ ദൈവം ആത്യന്തികമായ ആ മരണത്തിൽ നിന്നും ഒരിക്കൽ തന്നെ പൂർണ്ണമായി ഉറപ്പിച്ച് ഏറ്റവും വലിയ നാമം നൽകി, എല്ലാ നാമത്തിനും ഉയർന്ന മേലായ നാമം നൽകി എല്ലാറ്റിനും മീതെ ഇരുത്തുന്ന ഒരു അധികാരം നൽകുവാനിടയായിത്തീർന്നു. ഭഗവാനായ എൻ്റെ കൂടപ്പുറപ്പുകളെ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ നമ്മൾ പങ്കാളിയാകുന്നു. ആ കഷ്ടങ്ങളിൽ നമ്മൾ സഹിച്ചു നിന്നാൽ പിതാവായ ദൈവത്തിൽ ക്രിസ്തുവിനെ ഉയർത്തിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമണ്ഡലത്തിൽ, ഭൗതിക മണ്ഡലത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിലൂടെയുള്ള പൂർണ്ണമായ ഉയർച്ചകൾ, നന്മകൾ, പദവികൾ, മാന്യതകളൊക്കെ ദൈവം നൽകിത്തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.